IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ സിവിൽ സർവീസസ് ബോർഡ് യോഗം സമാപിച്ചു. പ്രധാന കേഡർ തസ്തിക ലഭിക്കണം എന്ന് ഡോക്ടർ ബി അശോക് ആവശ്യപ്പെട്ടു. മുൻ സർക്കാരിന്റെ അവസാന കാലത്ത് തന്നെ അപ്രധാന വകുപ്പിലേക്ക് മാറ്റിയത് ശരിയായില്ലെന്നും ബി അശോക് ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, നേരത്തെ തന്നെ ബി അശോകും പ്രശാന്തിനെ പോലുള്ളവർ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മേധാവി പദവിയിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഈ സിവിൽ സർവീസസ് ബോർഡ് യോഗത്തിൽ എന്താണ് ഈ കേഡർ തസ്തിക ലഭിക്കണമെന്ന ആവശ്യമാണോ ഡോക്ടർ ബി അശോക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജിത്ത്, സിവിൽ സർവീസസ് ബോർഡിന്റെ യോഗം രാവിലെ 10:30 ഓൺലൈനായാണ് നടന്നത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, പൊതുഭരണ സെക്രട്ടറി കെ ബിജു എന്നിവരാണ് ഈ ഔദ്യോഗികമായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഡോക്ടർ ബി അശോക് ഉൾപ്പെടെയുള്ളവരെ ഈ യോഗത്തിലേക്ക് അവർക്ക് ക്ഷണമുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ആളുകൾക്ക് അവരുടെ സ്ഥലമാറ്റം 2 വർഷത്തിൽ താഴെയാണെങ്കിൽ അവരുടെ അനുമതി, അവരുടെ താല്പര്യം അറിയണം എന്നൊരു ചട്ടമുണ്ട്. ആ ചട്ടത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ യോഗം വിളിച്ചത്. എന്തായാലും ഡോക്ടർ ബി അശോക് അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട കേഡർ തസ്തിക തന്നെ നൽകണം എന്ന് അശോക് ആവശ്യപ്പെട്ടു. മാത്രമല്ല, നേരത്തെ 2026 മാർച്ചിൽ തന്നെ അപ്രധാനമായ തസ്തികയിലേക്ക്, സൈനികക്ഷേമ വകുപ്പ് അടക്കമുള്ള തസ്തികയിലേക്ക് മാറ്റിയ നടപടി ശരിയായില്ല, ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനമായിരുന്നില്ല അത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഏത് വകുപ്പാണ് തങ്ങൾക്ക് വേണ്ടതെന്ന കാര്യം ഈ സിവിൽ സർവീസസ് ബോർഡ് യോഗത്തിൽ IAS ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുക പതിവില്ല. അത് ഒരു അനൗചിത്യമാണെന്ന് കരുതി അതൊക്കെ ചീഫ് സെക്രട്ടറിയും സർക്കാരും തീരുമാനിക്കേണ്ട വിഷയമായതിനാൽ അത്തരത്തിൽ ഏത് വകുപ്പാണെന്ന കാര്യം ആവശ്യപ്പെടാറില്ല. എന്നാൽ തങ്ങൾക്ക് കേഡർ തസ്തിക തന്നെ ലഭിക്കണമെന്ന കാര്യത്തിൽ IAS ഉദ്യോഗസ്ഥർക്കും IAS ഉദ്യോഗസ്ഥരുടെ അസോസിയേഷനുമൊക്കെ ശക്തമായ നിഷ്കർഷയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ പോലുള്ള തസ്തികയിൽ IAS ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതും IAS അസോസിയേഷൻ്റെ നേതാവ് എന്ന നിലയിൽ ഡോക്ടർ ബി അശോക് നടത്തിയ നിയമപോരാട്ടത്തിൻ്റെ ഫലമായിരുന്നു. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രധാന കേഡർ തസ്തിക ലഭിക്കണം എന്ന ആവശ്യമാണ് ഡോക്ടർ ബി അശോക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുൻ സർക്കാരിന്റെ അവസാന കാലത്ത് അപ്രധാന വകുപ്പിലേക്ക് തന്നെ മാറ്റിയത് ശരിയായില്ല എന്നും ചീഫ് സെക്രട്ടറി ബി അശോക് അറിയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.